ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് 8 ബന്ധപ്പെട്ടുകൊണ്ട് അധികം വീഡിയോസ് ഇപ്പൊ ചാനലിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ കഴിഞ്ഞ സീസൺ 7 ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡേ ടു ഡേ ഓരോരോ അപ്ഡേറ്റ് ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് വീട് പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമായതുകൊണ്ട് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പൊ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരുകളും അതുപോലെ ഈ ഒരു സീസൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ പറയുന്ന കോമണേഴ്സ് എൻട്രി ആയിട്ടുള്ള അഗ്നിപരീക്ഷ പ്രോഗ്രാമിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഐശ്വര്യ റംസായി ഈ അടുത്ത കാലത്ത് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച മൗനരാഗം സീരിയലിലെ നായികയായിട്ടുള്ള കല്യാണി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ഐശ്വര്യ റംസായി ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഉപ്പും മുളകും സീരിയൽ ഫെയിം ആയിട്ടുള്ള ബിജു സൗബാനം. ഉപ്പും മുളകിൽ ബാലു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഒത്തിരി ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറായിരുന്നു ബിജു സൗബാനവും ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ആദിത്യൻ ജയൻ. ഏഷ്യാനെറ്റിൽ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഒത്തിരി സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു സീനിയർ ആക്ടറാണ് ആദിത്യൻ ജയനും. ഈ കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസിൽ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അപ്പൊ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് ഞാൻ പറയുന്നത് അഞ്ജലി നായർ. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ചക്ക ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ട്രോളുകൾ നേരിട്ട ഒരു ആക്ട്രസ് ആയിരുന്നു അഞ്ജലി നായർ. ഈ പറയുന്ന പോലെ സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ജാസി ആഷി. LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസി ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ഒരുപാട് സീസണായിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് ജാസിയുടേത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലായാലും അത്യാവശ്യം കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് ആറാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിലും ഈ പറയുന്ന രാഷ്ട്രീയം ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ട് ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന രാഹുൽ ഈശ്വറും ഈ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കേട്ട് വന്നിരുന്ന ഒരു പേരാണ്. ഈ ഒരു സമയത്ത് സീസൺ 8 ഏകദേശം പങ്കെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രാഹുൽ ഈശ്വർ. ദെൻ അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് JP എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് ആങ്കർ ആയിട്ട് നിന്നിട്ടുണ്ട്. അല്ലു വൈകുണ്ഠാപുരത്ത് എന്ന് പറയുന്ന അല്ലു അർജുൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി റിയാലിറ്റി ഷോയുടെയൊക്കെ ആങ്കർ ആയിട്ട് നിൽക്കുന്ന JP ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഒമ്പതാമത്തെ പേര് ഞാൻ പറയുന്നത് പണ്ട് മുതലേ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചു വന്നിരുന്ന പ്രിയങ്ക അനൂപും ഒത്തിരി കോൺട്രവേഴ്സീസ് കുറെ ഇന്റർവ്യൂ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാറുണ്ട്. പ്രിയങ്ക അനൂപും നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് പത്താമത്തെ പേര് ഞാൻ പറയുന്നത് ഇപ്പൊ കോമഡി കുക്സിൽ പങ്കെടുക്കുന്ന ഹംഗ്രി മഹി. ആളൊരു ഫുഡ് വ്ളോഗർ ആണ്. ഒത്തിരി ഈ പറയുന്ന ബിഗ് ബോസ് 8 ബന്ധപ്പെട്ട് വരുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഹംഗ്രി മഹി ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് കോമഡി കുക്സിൽ തന്നെ ആങ്കർ ആയിട്ട് നിൽക്കുന്ന ടിങ്കിൾ ശീതളിന്റെ പേരും ഈ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒത്തിരി കേട്ട് വന്ന ഒരു പേരാണ്. ടിങ്കിൾ ശീതളും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 12ാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിൽ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു സീരിയലിൽ റീസെന്റ് ആയിട്ട് അഭിനയിച്ച് വന്ന അമൃത നായർ ഒത്തിരി സീരിയലുകളിൽ ഏഷ്യാനെറ്റിൽ മറ്റുള്ള ചാനലുകളിലൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അമൃത നായരും ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 13ാമത്തെ പേര് ഞാൻ പറയുന്നത് ദീപക് മോഹൻ. ഈ കഴിഞ്ഞ സീസൺ 7 ഏകദേശം കൺഫേം ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ദീപക് മോഹൻ. ഏറ്റവും അവസാനം നമുക്ക് ദീപക് മോഹനെ സീസണിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ ഈ ഒരു സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 14ാമത്തെ പേര് ഞാൻ പറയുന്നത് സഞ്ജു ടെക്കി.
യൂട്യൂബിൽ പണ്ടൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സമയത്ത് ചാനലൊക്കെ ചെറുതായിട്ട് ഡൗൺ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. സഞ്ജു ടെക്കി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് ഞാൻ പറയുന്നത് അച്ചു സുഗന്ധ്. നമ്മുടെ സ്വാന്തനം സീരിയൽ, പണ്ടത്തെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. അതിൽ കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന അച്ചു സുഗന്ധ് ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയുന്ന പേര്, 16ാമത്തെ പേര് ഞാൻ പറയുന്നത് സുബീഷ് സുധി. സിനിമയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. സുബീഷ് സുധിയും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയുന്ന പേരാണ് LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ദീപ്തി കല്യാണി. ദീപ്തി കല്യാണി ഒരു മോഡലൊക്കെയാണ്. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 18ാമത്തെ പേര് ഞാൻ പറയുന്നത് ഹെലനൂസ് പാട്ട, അതായത് ധന്യ. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കുന്ന ധന്യ ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിലെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹെലനൂസ് പാട്ട ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 19ാമത്തെ പേര് ഞാൻ പറയുന്നത് RJ അഞ്ജലി. ഈ കഴിഞ്ഞ വർഷം കുക്ക് വിത്ത് കോമഡിയിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ്, റേഡിയോ ജോക്കിയാണ്. RJ അഞ്ജലി ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തത് ഞാനൊരു 5 പേരുകൾ കൂടി പറയാൻ പോവാണ്. ഈ 5 പേരുകളും ഈ പറയുന്ന പോലെ അത്ര കൺഫേം എന്ന് പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 നല്ലൊരു പുള്ളിങ് കിട്ടും. അതായത് ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ശ്രദ്ധ നേടാനായിട്ട് ഈ പറയുന്ന കണ്ടസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 സാധിക്കും. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഞാൻ ഈ ഒരു ലിസ്റ്റിൽ 20ാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിൽ കുടുംബവിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്തെ നായിക കഥാപാത്രമായിരുന്ന മീര വാസുദേവ് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് ഞാൻ 21ാമത്തെ പേര് പറയുന്നത് ശ്രീലക്ഷ്മി ബോണിറ്റ. അതായത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണ്. ഈ പറയുന്ന പോലെ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി ബോണിറ്റയും ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 22ാമത്തെ പേര് ഞാൻ പറയുന്നത് നാഗസൈലന്ത്രി. ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഒത്തിരി പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ നാഗച്ചേച്ചി ബിഗ് ബോസ് മലയാളം സീസൺ 8 വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടന്റുകൾ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വീഡിയോസിലൂടെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ദെൻ അടുത്തതായിട്ട് ഞാൻ 23ാമത്തെ പേര് പറയുന്നത് തൊപ്പി. ഈ പറയുന്ന പോലെ തൊപ്പിയുടെ കാര്യം നമുക്ക് ഉറപ്പ് പറയാനൊന്നും സാധിക്കില്ല. കാരണം ഇപ്പോഴും തൊപ്പിയെ പോലീസിന് പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തൊപ്പിക്കെതിരെ വന്നിരിക്കുന്ന കേസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഒത്തുതീർപ്പായി പോവുകയാണെങ്കിൽ, ബിഗ് ബോസ് മലയാളം സീസൺ 8 തൊപ്പിയെ വിളിക്കുകയാണെങ്കിൽ, തൊപ്പി സമ്മതിക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ തൊപ്പി പങ്കെടുക്കും. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കണ്ടന്റ് ബിഗ് ബോസിൽ ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആണ്. അടുത്തതായിട്ട് 24ാമത്തെ പേര് ഞാൻ പറയുന്നത് സിദ്ധാർത്ഥ് പ്രഭു. ഈ കഴിഞ്ഞ ഒരുപാട് ബിഗ് ബോസിന്റെ സീസണുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പേരായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു. ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഈ പറയുന്ന ഒത്തിരി കോൺട്രവേഴ്സികളിലൊക്കെ ഈ കഴിഞ്ഞ 2025 ഡിസംബർ മാസത്തിലൊക്കെ ഒരു വണ്ടിയൊക്കെ ആക്സിഡന്റ് ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ സിദ്ധാർത്ഥ് പ്രഭുവും നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് 25ാമത്തത് ഏറ്റവും അവസാനം ഞാൻ പറയുന്ന പേരാണ് കിച്ചു സുധി. അതായത് രാഹുൽ ദാസ് എന്ന കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു സുധി. രേണു സുധിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമാണ് കിച്ചു ഈ ഒരു സീസണിൽ പങ്കെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും പേരുകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും കൂടുതൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള 25 കണ്ടസ്റ്റൻസ് അടങ്ങുന്ന പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. ഈ ഒരു വീഡിയോയിൽ എല്ലാവരും ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്നല്ല, ഇവരിൽ പലരും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. അതായത് ഈ കഴിഞ്ഞ സീസണുകളിൽ വിളിച്ചിട്ടുള്ളവർ, സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വർഷം ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടുള്ളവർ, ഇവരൊക്കെ ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ വിളിക്കാനും ഇവരൊക്കെ ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ പറയുന്ന കോമണേഴ്സിന് സെലക്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമിലേക്ക് ഓൾറെഡി 30 പേരെ ഒഫീഷ്യലി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 30 പേരെ വെച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്ക് ആയിരിക്കും അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 എപ്പിസോഡുകളായിരിക്കും ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ടാവുക. 30 പേരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 15 പേര് ഫൈനൽ റൗണ്ടിൽ പങ്കെടുക്കുന്നതായിരിക്കും. 3 പേരെ ജഡ്ജസ് നേരിട്ട് സെലക്ട് ചെയ്യുകയും
അതുപോലെ തന്നെ 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത് 5 or 6 കോമണേഴ്സ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതി ആയിരിക്കും. സെപ്റ്റംബർ മാസം 6-ാം തീയതി സീസൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ വേദിയിൽ വെച്ചായിരിക്കും കോമണേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്ത 5 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അഗ്നിപരീക്ഷ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ ഒത്തിരി ബിഗ് ബോസ് കാണുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന അഗ്നിപരീക്ഷ മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും സെപ്റ്റംബർ മാസം 6-ാം തീയതി ഏഷ്യാനെറ്റിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ തീം എന്ന് പറയുന്നത് രാജ്യം, രാജാവ്, പ്രജകൾ. ഈ പറയുന്ന പ്രജകളുടെ ക്ഷേമമാണ് രാജാവിന് മുഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസിന്റെ തീം എന്ന് പറയുന്നത്. ഈ ഒരു വർഷം രാഷ്ട്രീയം എന്നുള്ള തീമിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് പോകുന്നത്. അപ്പൊ കോമണേഴ്സ് ഒരു ടീമായിട്ടും സെലിബ്രിറ്റീസ് ഒരു ടീമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ട് ഒരു ടീം രൂപീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും ഒന്നിലധികം രാജ്യങ്ങൾ ഉണ്ടാവും. ആ രാജ്യങ്ങൾക്കൊരു രാജാവ് ഉണ്ടാവും. ആ രാജ്യങ്ങളിൽ ഒത്തിരി ഈ പറയുന്ന നാട്ടുകാരുണ്ടാവും. അവർ തമ്മിൽ വരുന്ന ടാസ്കുകൾ ഉണ്ടാവും. ഇതൊക്കെ ആയിരിക്കും ബിഗ് ബോസിന്റെ തീം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഒരുപാട് ഹിന്ദി സീസണുകളിലും മറ്റു ഭാഷാ സീസണുകളിലൊക്കെ ഇത്തരത്തിൽ രാജ്യം, രാജാവ്, പ്രജകൾ എന്നുള്ള തീമൊക്കെ വന്ന് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലും ഇത്തരത്തിൽ രാഷ്ട്രീയമൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു തീം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിജയിക്കും എന്നുള്ള കാര്യം കൺഫേം ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്